പ്രിയ കൂട്ടുകാരെ, ഐസക് അന്നയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേരളത്തിൻ്റെ പ്രധാന നദികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. LGS, LDC, HSC സോഷ്യൽ സയൻസ് തുടങ്ങി PSC പരീക്ഷകളുടെ അറ്റൻഡ് ചെയ്യുന്നവർക്കും LSS, USS പരീക്ഷകൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് ഈ ചാനലിൽ നൽകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പെരിയാർ, ഭാരതപ്പുഴ തുടങ്ങിയ നദികളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ നദികളെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ, മാച്ച് ദ ഫോളോയിങ് ഏത് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിച്ചാലും തീർച്ചയായിട്ടും നമുക്കത് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. LSS, USS പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള വൺ വേർഡ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നദികളെക്കുറിച്ച് അവർക്കും തീർച്ചയായിട്ടും വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മറ്റൊരു നദിയായ പമ്പ നദിയെക്കുറിച്ചൊന്ന് പഠിച്ചാലോ. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ. 176 കിലോമീറ്റർ നീളമുള്ള പമ്പ നദിയാണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദി. അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്, പമ്പ നദിയുടെ ഉത്ഭവം പുലച്ചിമല പീരുമേടാണ്. പീരുമേടിലെ പുലച്ചിമലയിൽ നിന്നുമാണ് പമ്പ നദി ഉത്ഭവിക്കുന്നത്. 3 പായാണ്: പീരുമേട്, പുലച്ചിമല, പമ്പ. പീരുമേടിലെ പുലച്ചിമലയിൽ നിന്നും പമ്പ ഉത്ഭവിക്കുന്നു. പതനം എവിടെയാണ്? വേമ്പനാട് കായലാണ്. പമ്പ നദിയുടെ പതനം വേമ്പനാട് കായലാണ്. പമ്പ നദിയുടെ മറ്റു പേരുകൾ എന്തെല്ലാമാണ്? ബാരിസ്, ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിൻ്റെ ജീവനാഡി. പമ്പ നദിയുടെ മറ്റു പേരുകളാണ് ബാരിസ്, ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിൻ്റെ ജീവനാഡി. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുട്ടനാടാണ്. പമ്പ നദിയുടെ പോഷക നദികൾ അച്ചൻ കോവിലാർ, കല്ലയാർ, കക്കി, അഴുതയാർ, വരട്ടാർ, മണിമലയാർ. പമ്പ നദിയുടെ പോഷക നദികൾ ഏതെല്ലാമാണ്? അച്ചൻ കോവിലാർ, കല്ലാർ, കക്കിയാർ, അഴുതയാർ, വരട്ടാർ, മണിമലയാർ. ജില്ലകൾ. പമ്പ നദി ഒഴുകുന്ന ജില്ലകളാണ് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. തീർത്ഥാടന കേന്ദ്രങ്ങൾ. പമ്പ നദിയിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? ശബരിമല, ഇടത്തോപ്പള്ളി, ആറന്മുള, പാർത്ഥസാരഥി ക്ഷേത്രം. ശബരിമല, ഇടത്തോപ്പള്ളി, ആറന്മുള, പാർത്ഥസാരഥി ക്ഷേത്രം. പമ്പ നദിയിലുള്ള ജലമേളകൾ: ആറന്മുള വള്ളംകളി, രാജീവ് ഗാന്ധി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി. ഇതെല്ലാം നോട്ട് ചെയ്യണം കേട്ടോ. പമ്പ നദിയിലുള്ള ജലമേളകളാണ് ആറന്മുള വള്ളംകളി, രാജീവ് ഗാന്ധി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി. പമ്പ നദിയിലുള്ള ഡാമുകൾ: ശബരി ഡാം, കക്കാട് ഡാം. പമ്പ നദിയിലുള്ള ഡാമുകൾ: ശബരി ഡാം, കക്കാട് ഡാം. വെള്ളച്ചാട്ടം: പെരുന്തേനരുവി. ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പെരുന്തേനരുവി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയിലാണ്. അത് പമ്പ നദിയിലെ വെള്ളച്ചാട്ടമാണ്. ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ നദി ഏതാണ്? പമ്പ നദിയാണ്. ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ നദിയും പമ്പ നദിയാണ്. ഓക്കെ. പമ്പ നദിയുടെ മാലിന്യ വിമുക്ത പദ്ധതിയുടെ പേരാണ് പമ്പ ആക്ഷൻ പ്ലാൻ. പമ്പ നദിയുടെ മാലിന്യ വിമുക്ത പദ്ധതിയുടെ പേരാണ് പമ്പ ആക്ഷൻ പ്ലാൻ. ഓക്കെ. കേരളത്തിലെ 4ാമത്തെ വലിയ നദിയാണ് ചാലിയാർ. കേരളത്തിലെ 4ാമത്തെ വലിയ നദി ഏതാണ്? ചാലിയാർ. എത്ര കിലോമീറ്റർ ഉണ്ട്? 169 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ഉണ്ട്? 169 കിലോമീറ്റർ ഉണ്ട്. ഉത്ഭവം വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്നും. വയനാട്ടിലെ എവിടെയാണ് ചാലിയാർ പുഴയുടെ ഉത്ഭവം? ഇളമ്പലേരി കുന്നിൽ നിന്നുമാണ്. അപ്പോൾ ഉത്ഭവം എവിടെയെങ്കിലും, പതനം എവിടെയാണ്? ചാലിയാർ പുഴയുടെ പതനം എന്ന് പറയുന്നത് അറബിക്കടലിലാണ്. ചാലിയാർ പുഴയുടെ പതനം അറബിക്കടലിലാണ്. ചാലിയാർ പുഴയുടെ മറ്റു പേരുകൾ: കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി. ചാലിയാർ നദിയുടെ മറ്റു പേരുകൾ: കല്ലായി പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ: വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ: വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ നദിയുടെ പോഷക നദികൾ: ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, ചാലിപ്പുഴ. ചാലിയാർ നദിയുടെ പോഷക നദികൾ: ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, ചാലിപ്പുഴ.
കുഞ്ഞാലിമരയ്ക്കാർ ജലോത്സവം നടക്കുന്നത് ചാലിയാർ പുഴയിലാണ്. കുഞ്ഞാലിമരയ്ക്കാർ ജലോത്സവം ഏത് നദിയിലാണ്? ചാലിയാർ പുഴയിലാണ്. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരവും കൂടിയാണ് ചാലിയാർ. സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം ഏതാണ്? ചാലിയാറാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയും ചാലിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയും ചാലിയാറാണ്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് പെരിയാറും ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണം മാവൂർ ഗാളിയൂർ റയോൺസ് ഫാക്ടറിയാണ്. ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണമായി പറയുന്ന സമീപത്തുള്ള മാവൂർ ഗാളിയൂർ റയോൺസ് ഫാക്ടറിയാണ്. ചാലിയാർ സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് KA റഹ്മാൻ. ചാലിയാർ സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് KA റഹ്മാൻ. അടുത്തതായി ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത് 145.5 കിലോമീറ്ററാണ്. ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത് 145.5 കിലോമീറ്ററാണ്. ഉത്ഭവം എവിടെ നിന്നുമാണ്? ചാലക്കുടി പുഴ ആനമലയിൽ നിന്നുമാണ്. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നുമാണ്. ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകളോ? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയും ചാലക്കുടി പുഴയാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയും ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയും ഏതാണ്? ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ് പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം. ചാലക്കുടി പുഴയുടെ പോഷക നദികൾ പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം. വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി പുഴയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകോത്ത്. ചാലക്കുടി പുഴയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകോത്ത്. അടുത്ത പോയിന്റ്, തുമ്പൂർ മുഴി ഡാം ചാലക്കുടി പുഴയിലാണ്. തുമ്പൂർ മുഴി ഡാം എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വൈന്തല ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വൈന്തല എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. ഓക്കെ. ചാലക്കുടി പുഴയുടെ പതനോ? പെരിയാറിലാണ് കേട്ടോ. ചാലക്കുടി പുഴയുടെ പതനം എവിടെയാണ്? പെരിയാറിലാണ്. നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം കാരണം മലിനീകരിക്കപ്പെടുന്നു എന്ന ആരോപണമുള്ള ഒരു നദിയാണ് ചാലക്കുടി പുഴ. നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം കാരണം മലിനീകരിക്കപ്പെടുന്ന ആരോപണമുള്ള നദിയും ചാലക്കുടി പുഴയാണ്. അടുത്തതാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. ഇത് LGSൻ്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കൂടാതെ LSS USS പരീക്ഷകളിലും നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. നെയ്യാറിൻ്റെ നീളം എന്ന് പറയുന്നത് 56 കിലോമീറ്ററാണ്. നെയ്യാറിൻ്റെ നീളം എത്രയാണ്? 56 കിലോമീറ്റർ. നെയ്യാറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് അഗസ്ത്യമലയാണ്. നെയ്യാറിൻ്റെ ഉത്ഭവം എവിടെയാണ്? അഗസ്ത്യമല. പതനം അറബിക്കടൽ. നെയ്യാറിൻ്റെ പതനം അറബിക്കടലിലാണ്. നെയ്യാറിൻ്റെ പോഷക നദികളാണ് കല്ലാർ, കരവലിയാർ. നെയ്യാർ നദിയുടെ പോഷക നദികളാണ് കല്ലാറും കരവലിയാറും. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാറിലാണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം എവിടെയാണ്? നെയ്യാർ നദിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്കും നെയ്യാറിലാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ ലയൺ സഫാരി പാർക്കും എവിടെയാണ്? നെയ്യാറിലാണ്. പിന്നെ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും നെയ്യാർ നദിയിലാണ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? നെയ്യാർ നദിയിലാണ്. മറ്റൊരു നദി നോക്കാം, മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്റർ. എത്രയാണ്? 16 കിലോമീറ്റർ. വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയുമാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയുമാണ് മഞ്ചേശ്വരം പുഴ. ഉത്ഭവസ്ഥാനം കാസർഗോഡിലെ ബാലമണി
കുന്നുകൾ എന്ന സ്ഥലത്തു നിന്നാണ്. കർണാടക ബോർഡറാണ്. ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ബാലപൂണി കുന്നുകൾ, കർണാടക കാസർഗോഡ് ബോർഡർ സ്ഥലത്താണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. തലപ്പാടി പുഴ എന്ന് മഞ്ചേശ്വരം പുഴ അറിയപ്പെടുന്നു. മഞ്ചേശ്വരം പുഴയുടെ മറ്റൊരു പേരാണ് തലപ്പാടിപ്പുഴ, മറന്നു പോകരുത്. മഞ്ചേശ്വരം പുഴയുടെ മറ്റൊരു പേരാണ് തലപ്പാടിപ്പുഴ. ഇതിൻ്റെ പതനസ്ഥാനം എന്ന് പറയുന്നത് ഉപ്പളക്കായലാണ്. അപ്പോൾ മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് ഉപ്പളം കായലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പമ്പ നദി, ചാലിയാറ്, ചാലക്കുടി പുഴ, നെയ്യാറ്, മഞ്ചേശ്വരം പുഴ എന്നീ നദികളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കേരളത്തിലെ മറ്റു നദികളുടെ ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സിൽ കാണാം. തീർച്ചയായിട്ടും PSC വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പങ്കെടുക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളും ഈ ക്ലാസ്സുകൾ കാണുക. LSS USS ക്ലാസ്സുകളും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ എക്കണോമിക്സുകാർക്ക് വേണ്ടിയിട്ട് സെറ്റ് നെറ്റിനുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഐസക് എന്ന ഈ ചാനലിലൂടെ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.